ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം സീരീസിൽ ഫസ്റ്റ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എന്താണ് അൽഗോരിതം, ഒരു അൽഗോരിതം ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട പാരാമീറ്റേഴ്സ്, അതായത് ടൈം ആൻഡ് സ്പേസ്, കോംപ്ലക്സിറ്റി എന്താണ്, എന്താണ് ബിഗ് ഒ നൊട്ടേഷൻ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്നാണ്. ഞാൻ ഈ ഡാറ്റ സ്ട്രക്ചേഴ്സും അൽഗോരിതമും ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റിലാണ് കേട്ടോ. അപ്പോൾ ഇത് മേ ബി ഇതിന് ഇംപ്ലിമെന്റേഷൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജസിലും കുറേയൊക്കെ ഡാറ്റ സ്ട്രക്ചേഴ്സ് കോമൺ ആണ്. ഓക്കെ, എന്താണ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റേനെ എങ്ങനെയാണ് അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് മെമ്മറിയിൽ, അതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ഇതിനൊക്കെയാണ്. അപ്പോൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഡാറ്റ ആക്സസ് ചെയ്യുന്നത്, മോഡിഫൈ ചെയ്യുന്നത് എന്താണ്, ഈ ഒരു ഫോർമാറ്റ് ആണ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ജാവാ സ്ക്രിപ്റ്റിൽ ബിൽറ്റ് ഇൻ ഡാറ്റ സ്ട്രക്ചറും ഉണ്ട്, ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന കസ്റ്റം ഡാറ്റ സ്ട്രക്ചേഴ്സും ഉണ്ട്. അപ്പോൾ ബിൽറ്റ് ഇൻ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഓൾറെഡി ഞാൻ ജാവാസ്ക്രിപ്റ്റിന്റെ സീരീസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അറേസ്, ഒബ്ജക്റ്റ്, സെറ്റ്, മാപ്പ്, സ്ട്രിങ്, ഇതൊക്കെയാണ് ബിൽറ്റ് ഇൻ ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഇത് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് പഠിക്കുന്നതിന് മുന്നേ ജാവാസ്ക്രിപ്റ്റ് പ്രീ റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് നന്നായിട്ട് അറിയണം. അതുപോലെ തന്നെ മോഡേൺ ജാവാസ്ക്രിപ്റ്റ് കോൺസെപ്റ്റ്, എസ്പെഷ്യലി എക്മാസ്ക്രിപ്റ്റ് 2015-16 ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക കേട്ടോ. അതായത് ക്ലാസ്, ഒബ്ജക്റ്റ്, കാര്യങ്ങളൊക്കെ. ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി റിയാക്ടിന്റെ സീരീസിലും ബേസിക്സിന്റെ സീരീസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിന്റെ സീരീസിന്റെ വീഡിയോസ് ചെക്ക് ചെയ്താൽ മതി, പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കസ്റ്റം ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ഡിറൈവ് ചെയ്യുന്നതാണ്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. അപ്പോൾ ബിൽറ്റ് ഇൻ ഡാറ്റ സ്ട്രക്ചേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഡാറ്റനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഈ കസ്റ്റം ഡാറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ കോമൺ ആയിട്ടുള്ള കസ്റ്റം ഡാറ്റ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലിങ്ക്ഡ് ലിസ്റ്റ്, ട്രീസ്, ഗ്രാഫ്, ഹാഷ് ടേബിൾസ്, സ്റ്റാക്ക്, ക്യൂ, ഇതൊക്കെയാണ്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും അല്ലേ. അതിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിങ്ക്ഡ് ലിസ്റ്റിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് ചോദിച്ചാൽ ഇതൊരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. അതിൽ ഓരോ എലമെന്റ്സിനെയും നമ്മൾ നോഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ നോഡ് ഒരു സീരീസ് ഓഫ് നോഡ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഇപ്പൊ അരേനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അരയിൽ നമ്മളൊരു കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അവിടെയായിട്ട് നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഇവിടെ പക്ഷെ ഒരു കോണ്ടിഗസ് മെമ്മറി ലൊക്കേഷൻ അല്ല ഉള്ളത്. ഞാൻ പറഞ്ഞു ഒരു സീരീസ് ഓഫ് നോഡാണ്. അപ്പോൾ ഓരോ നോഡിലും ഒരു ഡാറ്റ ഉണ്ടാവും, നെക്സ്റ്റ് നോഡിലേക്കുള്ള പോയിന്ററും ഉണ്ടാവും. അതായത് നെക്സ്റ്റ് നോഡിന്റെ റെഫറൻസ് ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇനി ലിങ്ക്ഡ് ലിസ്റ്റിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻഡിലും അതുപോലെ സ്റ്റാർട്ടിലും നമുക്ക് നോട്ട്സിനെ ഇൻസേർട്ട് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, സെർച്ച് ചെയ്യാം. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഒരു എക്സാമ്പിൾ എത്തുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇതാണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നോഡ് ഉണ്ടാവും, ഒരു നോഡിന്റെ അകത്ത് ഡാറ്റ ഉണ്ടാവും, നെക്സ്റ്റ് നോഡിലേക്കുള്ള റെഫറൻസ് പോയിന്ററും സേവ് ചെയ്തിട്ടുണ്ടാവും. ഇനി ലാസ്റ്റ് നോഡ് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നള്ളിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത്, നെക്സ്റ്റ് നോഡ് ഇല്ലാത്തതുകൊണ്ട്. ഇതൊക്കെയാണ് ലിങ്ക്ഡ് ലിസ്റ്റിലെ ബേസിക് ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ. ഇനി നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഈ ലിങ്ക്ഡ് ലിസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു നോട്ട്സ്, സീരീസ് ഓഫ് നോട്ട്സ് കണക്ട് ചെയ്തിരിക്കുന്നതാണല്ലേ. സോ നമ്മൾ ഫസ്റ്റ് എന്താണ് ഡിസൈൻ ചെയ്യേണ്ടത്, ഈ നോഡ് തന്നെയാണ്. അപ്പൊ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എക്മാസ്ക്രിപ്റ്റ് അറ്റ്ലീസ്റ്റ് 2015 എങ്കിലും പഠിച്ചിട്ടുണ്ടാവണം. കാരണം അതിലെ ഒബ്ജക്ട്, ക്ലാസ്, കോൺസെപ്റ്റ്, കൺസ്ട്രക്ടർ, ഫംഗ്ഷൻ ഒക്കെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഈ ക്ലാസും കൺസ്ട്രക്ടറും യൂസ് ചെയ്തിട്ടാണ് ഈ നോഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അഗെയിൻ ഈ നോഡിൽ നോക്കുവാണെങ്കിൽ നോഡിൽ മെയിൻ ആയിട്ട് നോഡ് തന്നെ ഒരു ഒബ്ജക്റ്റ് ആണ് അല്ലെ. ആ ഒബ്ജക്റ്റിന്റെ അകത്ത് രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും, ഒരു ഡാറ്റ ഉണ്ടാവും, ആ ഒരു നോഡിന്റെ ഡാറ്റയും അതുപോലെ തന്നെ നെക്സ്റ്റ് നോഡിലേക്കുള്ള റെഫറൻസ് പോയിന്ററും നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പം എന്ത് ചെയ്യുക, നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം, നോഡ് ക്ലാസ്. ഓരോ പ്രാവശ്യം ഈ ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അതായത് ക്ലാസ്സിനെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ നോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്തും ഓരോ നോഡ് കിട്ടും. അത് നമ്മുടെ എക്സിസ്റ്റിംഗ് ലിങ്ക് ലിസ്റ്റിലേക്ക് നമുക്ക് പ്രിപ്പൻഡ് ചെയ്യോ അപ്പൻഡ് ചെയ്യോ ചെയ്യാം. അതായത് നമുക്ക് ലിങ്ക് ലിസ്റ്റിൽ രണ്ട് വിധത്തിൽ ഇൻസേർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഒന്നുകിൽ സ്റ്റാർട്ടിംഗിൽ ചെയ്യാം, അല്ലെങ്കിൽ എൻഡിൽ ചെയ്യാം. സോ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഈ നോഡ് ക്ലാസ്സും അതുപോലെ ലിങ്ക് ലിസ്റ്റ് ക്ലാസ്സും ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എഡിറ്റർ ആട്ടോ യൂസ് ചെയ്യുന്നത്. അതിൽ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു കോഡ് എഡിറ്ററിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ കോഡ് എഡിറ്ററിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്ത് ലിങ്ക്ഡ് ലിസ്റ്റ് ഡോട്ട് JS എന്ന് പറഞ്ഞിട്ടൊരു ഫയലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കോഡ് റൺ ചെയ്യുന്നത് നോട്ട് JS ത്രൂ ആണ്. സോ നോട്ട് JS ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം നിങ്ങളുടെ സിസ്റ്റത്തിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രൗസറിൽ ചെയ്യാം. അതിനേക്കാളും ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത് നോട്ട് JS യൂസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ എന്താ നോട്ട് JS എന്നും അതിന്റെ എക്സിക്യൂഷൻ ഒക്കെ നോട്ട് JSന്റെ സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അറിയില്ലാത്തവർ കേട്ടോ.
സോ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ നോഡ് ക്ലാസ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് സ്പേസ് ക്ലാസ് നെയിം അതല്ലേ എന്റെ സിന്റാക്സ്. ഇനി ഈ ക്ലാസ്സും കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ഒക്കെ ഓൾറെഡി ഞാൻ കുറെ പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഷോർട്സിലായിട്ടും അതുപോലെ വീഡിയോസിലായിട്ടും ഒക്കെ. അറിയില്ലാത്തവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇതിന്റെ അകത്ത് ഞാൻ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ കൺസ്ട്രക്ടർ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ? കൺസ്ട്രക്ടർ ഫംഗ്ഷൻ നമ്മളൊരു നോർമൽ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ പോലെ തന്നെയാണ്. ഇത് റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. അതാണ് ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. കൺസ്ട്രക്ടർ ഫംഗ്ഷന്റെ ഉള്ളിലാണല്ലേ നമ്മൾ ഡാറ്റ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു നോഡിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് എന്തായിരിക്കും? അതിന്റെ ഡാറ്റ, നമ്മൾ ആ നോഡിലേക്ക് പാസ് ചെയ്യുന്ന ഡാറ്റ ആയിരിക്കും. രണ്ടാമത്തത് നെക്സ്റ്റ് നോഡിലേക്കുള്ള റെഫറൻസ് ആയിരിക്കും. സോ നോഡിന്റെ കൺസ്ട്രക്ടർ ഫംഗ്ഷന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ നോഡിൽ സേവ് ചെയ്യാൻ പോകുന്ന വാല്യൂ ആയിരിക്കും. സോ ഞാൻ ഈ ഒബ്ജക്റ്റിലേക്ക്, റിട്ടേൺ ചെയ്യുന്ന ഒബ്ജക്റ്റിലേക്ക് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിൽ ഈ വാല്യൂവിനെ അസൈൻ ചെയ്തു. രണ്ടാമത്തത് റെഫറൻസ് ആണ്. ഇനി നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ എപ്പോഴും ഒരു ലാസ്റ്റ് നോഡിലാണ് നിൽക്കുന്നതെങ്കിൽ അത് എന്തിലേക്കായിരിക്കും റെഫർ ചെയ്യുന്നത്? നള്ളിലേക്കായിരിക്കും. അതിന് നെക്സ്റ്റ് നോഡില്ലല്ലോ. അപ്പൊ നോഡിലെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ നെക്സ്റ്റ് നോഡിലേക്കുള്ള റെഫറൻസ് ആയിരിക്കും. ഓരോ പ്രാവശ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിന്റെ നെക്സ്റ്റ് നോഡ് നള്ളായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇൻസേർട്ട് ചെയ്യുമ്പോഴൊക്കെ മാറും കേട്ടോ. അത് എത്തുമ്പോൾ കാണിച്ചു തരാം. ഒരു നോഡ്, ഇപ്പൊ നമ്മളൊരു ഇൻഡിപെൻഡന്റ് നോഡ് ക്രിയേറ്റ് ചെയ്തു, അതിന്റെ ഡാറ്റയും സെറ്റ് ചെയ്തു, നെക്സ്റ്റ് പോയിന്റർ നള്ളായിട്ടും സെറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത് ലിങ്കർ ലിസ്റ്റിന്റെ ക്ലാസ് ആണ്. ഞാൻ ലിങ്കർ ലിസ്റ്റ് എന്ന് ക്ലാസ് നെയിം കൊടുക്കുന്നു. ഇതിന്റെ അകത്ത് എഗെയിൻ ഒരു കൺസ്ട്രക്ടർ ഫംഗ്ഷനും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ മാറ്റി വെച്ചൊരു കേസ് ഉണ്ടായിരുന്നു. നമ്മുടെ ലിങ്കർ ലിസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹെഡ് പോയിന്റർ കാണാം അല്ലെ. അപ്പൊ നമുക്ക് ഈ ഹെഡ് പോയിന്റർ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് നോഡിലേക്കുള്ള റെഫറൻസ് ആണ്. അതായത് അത് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ലിങ്കർ ലിസ്റ്റിലെ ആദ്യത്തെ നോഡായിരിക്കും. അത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും സെർച്ച് ചെയ്യാനും ഒക്കെ ആവശ്യമുണ്ട്. അതൊരു ക്രൂഷ്യൽ പാർട്ടാണ്. അത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇനിഷ്യലി നമ്മുടെ ലിങ്കർ ലിസ്റ്റിൽ വാല്യൂസ് ഒന്നുമില്ല, ഒരു എംപ്റ്റി ലിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുവാണ്? ദിസ് ഡോട്ട് ഹെഡ്, അതിന്റെ ഹെഡ് പോയിന്റ് നള്ളായിട്ട് സെറ്റ് ചെയ്യുവാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ലിങ്കർ ലിസ്റ്റിൽ എത്ര നമ്പർ ഓഫ് നോഡ്സ് ഉണ്ട് അതിന്റെ ടോട്ടൽ കൗണ്ട് വേണം. അതിന് ഞാൻ സൈസ് എന്ന് പറഞ്ഞിട്ടാണ്, ആ ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഒബ്ജക്റ്റിൽ സെറ്റ് ചെയ്യുന്നത്. സൈസ് ഇനിഷ്യലി എഗെയിൻ എംപ്റ്റി ചെയ്തുകൊണ്ട് 0 ആയിരിക്കും ലിങ്കർ ലിസ്റ്റിന്റെ സൈസ്. സോ നമ്മൾ ഒരു നോഡും ക്രിയേറ്റ് ചെയ്തു, ഒരു എംപ്റ്റി ലിങ്കർ ലിസ്റ്റും ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എങ്ങനെയാണ് ഈ ലിങ്കർ ലിസ്റ്റിലേക്ക് ഒരു പുതിയ നോഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നോക്കാം. അപ്പൊ രണ്ട് വിധത്തിൽ നമുക്കൊരു നോഡ് ആഡ് ചെയ്ത് കൊടുക്കാം ലിങ്കർ ലിസ്റ്റിൽ. ഒന്നെങ്കിൽ നമുക്ക് ബിഗിനിങ്ങിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എൻഡിൽ ആഡ് ചെയ്യാം. അതായത് പ്രിപ്പൻഡ് ചെയ്യാം അല്ലെങ്കിൽ അപ്പൻഡ് ചെയ്യാം. ഫസ്റ്റ് നോക്കാൻ പോകുന്നത് പ്രിപ്പൻഡ് മെത്തേഡ് ആണ്. അതായത് ഈ ലിങ്കർ ലിസ്റ്റിന്റെ ബിഗിനിങ്ങിൽ ഒരു നോഡ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇത് നമുക്ക് 3 സിമ്പിൾ സ്റ്റെപ്പിൽ ചെയ്യാം. അപ്പൊ എഗെയിൻ നമ്മുടെ ലിങ്കർ ലിസ്റ്റിലേക്ക് തിരിച്ചു വരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന നോഡ് ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു നോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇനി നോഡ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ലിങ്കർ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പം ഒന്നെങ്കിൽ നമ്മൾ എംപ്റ്റി ആയിരിക്കുന്ന ഒരു ലിങ്കർ ലിസ്റ്റിലേക്ക് ആയിരിക്കും ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡാറ്റയുള്ള, ഇപ്പൊ ഇതുപോലെ 2 ഡാറ്റയുള്ള ഒരു ലിങ്കർ ലിസ്റ്റിലേക്ക് ആയിരിക്കും ആഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എംപ്റ്റി ലിങ്കർ ലിസ്റ്റിലേക്ക് ഫസ്റ്റ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പൊ എംപ്റ്റി ലിങ്കർ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ ഒരു സെറ്റ് ഡാറ്റ ഉണ്ടാവില്ല, ഈ ഒരു ഹെഡ് പോയിന്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഹെഡ് പോയിന്റ് ചെയ്തിരിക്കുന്നത് ഒരു നള്ളിലേക്കായിരിക്കും അല്ലെ. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ആഡ് ചെയ്യാൻ പോകുന്ന പുതിയ നോഡിന്റെ നെക്സ്റ്റ് വാല്യൂ സെറ്റ് ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഇപ്പോൾ ഉള്ള ഫസ്റ്റ് വാല്യൂ, ഇപ്പൊ എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ, നല്ലല്ലാത്ത കേസിൽ വാല്യൂ ഉണ്ടെങ്കിൽ അതായിരിക്കും ഈ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ നെക്സ്റ്റ് നോഡ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഹെഡ് പോയിന്റർ സെറ്റ് ചെയ്യണം. അപ്പം ഇത് നെക്സ്റ്റിലേക്ക് മാറി, അപ്പൊ ഈ പുതിയ നോഡ് ഈ ഹെഡിലേക്ക് വരണം. അപ്പോൾ ഒരു ഡാറ്റ ഇല്ലാത്ത കേസിലാണെങ്കിൽ ഇപ്പൊ ഹെഡ് നള്ളിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. ആ ഹെഡിനെ പിടിച്ച് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന പുതിയ ആ ഒരു ഇതിലേക്ക് ഇവിടെ 30 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കൊടുക്കാം. അപ്പൊ ഈ 30 ആയിരിക്കും ഈ ലിങ്ക് ലിസ്റ്റിന്റെ ഫസ്റ്റ് വാല്യൂ ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് 10, അത് കഴിഞ്ഞിട്ട് 20. മനസ്സിലായോ? അപ്പൊ നമ്മൾ ആദ്യം ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ നോഡിന് നെക്സ്റ്റ് ആയിട്ട് ലിങ്ക് ലിസ്റ്റിൽ ഒരു എക്സിസ്റ്റിംഗ് നോഡ് ഉണ്ടെങ്കിൽ അതിനെ സെറ്റ് ചെയ്യണം. എന്നിട്ട് നോഡിന്റെ ഹെഡ് എടുത്ത് ഈ പുതിയ നോഡിലേക്ക് റീസെറ്റ് ചെയ്യണം. എഗെയിൻ നമുക്ക് കോർഡിനേറ്ററിൽ പോവാം. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് എന്താണ്? ലിങ്ക്ഡ് ലിസ്റ്റിന്റെ പ്രിപ്പൻഡ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യണം. പ്രിപ്പൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇതിന്റെ അകത്ത് വാല്യൂ വരും. അതായത് നമ്മൾ ആ വാല്യൂ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ 20, 30 ലിങ്ക് ലിസ്റ്റിന്റെ ഈ ഒരു വാല്യൂ ആണ് കേട്ടോ.
വാല്യൂ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യണം. അതായത് എക്സിസ്റ്റിംഗ് ലിങ്കർ ലിസ്റ്റിന്റെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യണം. നോഡ് ക്ലാസ്സിനെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യണം. ഒരു ഒബ്ജക്റ്റ് എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നത്? ന്യൂ കീവേഡ് യൂസ് ചെയ്തിട്ടല്ലേ? സ്പേസ് നോഡ് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുമ്പോൾ ഈ ഒരു ഡാറ്റയും നെക്സ്റ്റും ഉള്ള ഈ ഒരു ഒബ്ജക്റ്റ് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ന്യൂ നോഡിന്റെ നെക്സ്റ്റ് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കണം. നള്ളായിട്ടുള്ള ഒരു നെക്സ്റ്റ് ഇതായിരിക്കും നമുക്ക് റെഫറൻസ് ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് രണ്ട് വിധത്തിൽ ചെയ്യാം. ഒന്നെങ്കിൽ എം ടി ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട്, എം ടി ആണെങ്കിൽ ഈ നോഡിലേക്ക് നെക്സ്റ്റ് സെറ്റ് ചെയ്യാൻ ഒരു നോഡ് ഇല്ലാത്തതുകൊണ്ട് നൾ അസൈൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എം ടി ആണെന്നൊന്നും ചെക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ജനറൽ ആയിട്ട് ചെയ്യാം. അതായത് എപ്പോഴും ന്യൂ നോഡിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പൊ ഹെഡിൽ എന്താണോ ഉള്ളത് അതായിരിക്കും. ഇപ്പൊ ഹെഡിൽ ഫസ്റ്റ് നമ്മുടെ എം ടി ആണെങ്കിൽ ഹെഡിലുള്ളത് നള്ളായിരിക്കും. എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നോഡായിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഹെഡിനെ സെറ്റ് ചെയ്യണം. ഹെഡിനെ സെറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഈ ന്യൂ നോഡായിരിക്കും. ഈ 3 സിമ്പിൾ സ്റ്റെപ്പേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? അതായത് ഒരു നോഡ് എടുത്തു, ആ നോഡ് നമ്മുടെ ന്യൂ നോഡ്, ആ നോഡിന്റെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഹെഡ് സെറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇപ്പൊ ഉള്ള ഹെഡായിട്ട് ഈ പുതിയ നോഡ് സെറ്റ് ചെയ്തു. അപ്പൊ അപ്പൻ ചെയ്തു. ഇനി എന്ത് ചെയ്യാ? നമുക്കൊരു പ്രോപ്പർട്ടിയും കൂടി ഉള്ള സൈസ്, അതിനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുക. അതായത് പുതിയൊരു നോഡ് വന്നു കഴിയുമ്പോൾ ആ നോഡ് കൗണ്ടും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണ്ടേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. സോറി, ഞാൻ ഈ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്ത സമയത്ത് വാല്യൂ പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ? പാസ് ചെയ്ത് കൊടുത്തിട്ടോ. ഈ വാല്യൂ ഇവിടെ എത്തും. നോഡിലേക്ക് ഈ വാല്യൂ ഡാറ്റ ആയിട്ട് സെറ്റ് ചെയ്തോളും. ഇനി ഞാൻ ഈ പ്രിപ്പൻ മെത്തേഡിനെ കോൾ ചെയ്തിട്ട് എൻ്റെ ഈ ലിങ്ക് ലിസ്റ്റിലേക്ക് കുറച്ച് നോഡ്സ് ആഡ് ചെയ്യുവാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ നോഡ് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ലിങ്കർ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിനെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്തു. ഞാൻ ലിങ്ക് എന്നാണ് ആ ഒരു ഒബ്ജക്റ്റിന് നെയിം കൊടുക്കുന്നത്. ന്യൂ കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. കൺസ്ട്രക്ടർ ഫംഗ്ഷനെ കോൾ ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കൺസ്ട്രക്ടർ ഫംഗ്ഷനെ കോൾ ചെയ്തു. ഇനി നമുക്ക് ഈ പ്രിപ്പൻ മെത്തേഡിനെ ഒബ്ജക്റ്റ് ത്രൂ കോൾ ചെയ്യാം. ലിങ്ക് ഡോട്ട് പ്രിപ്പൻഡ് ഓഫ്, ഫസ്റ്റ് ഞാനൊരു 10 ആണ് നോഡ് വാല്യൂ ആയിട്ട് പാസ് ചെയ്യുന്നത്. അഗെയിൻ ലിങ്ക് ഒബ്ജക്ട് ഡോട്ട് പ്രിപ്പൻ മെത്തേഡ് ഓഫ് 20 പാസ് ചെയ്യുന്നു. അഗെയിൻ ലിങ്ക് ഒബ്ജക്ട് ഡോട്ട് പ്രിപ്പൻ മെത്തേഡ് ഓഫ് ഒരു 30 പാസ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഈ ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തോണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രിന്റ് മെത്തേഡും കൂടെ വേണം അല്ലേ? അതായത് നമ്മളിത് കൺസോളിൽ എവിടെയെങ്കിലും പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ അല്ലേ അറിയാൻ പറ്റൂ. സോ ഞാൻ അഗെയിൻ വന്നിട്ടൊരു പ്രിന്റ് മെത്തേഡും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ് കേട്ടോ. ഇനി എങ്ങനെയാണ് ഈ ഒരു പ്രിന്റ് മെത്തേഡ് ത്രൂ ഈ ഡാറ്റ ലിങ്ക് ലിസ്റ്റിൽ നിന്ന് ആക്സസ് ചെയ്ത് പ്രിന്റ് ചെയ്യുന്നത്? അഗെയിൻ നമ്മുടെ ലിങ്ക് ലിസ്റ്റിലേക്ക് തിരിച്ചു വരാം. ഇവിടെ ഞാനൊരു ഹെഡ് പോയിന്ററിന്റെ കൂടി ഒരു കറന്റ് പോയിന്ററും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കറന്റ് പോയിന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ട്രാവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കും ഓരോരോ നോഡിലേക്ക്. എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ഇത് പോയിന്റ് ചെയ്യുന്നത് ഫസ്റ്റ് നോഡിനെ ആയിരിക്കും. അതായത് നമ്മൾ ഈ ഹെഡ് എന്ന് പറയുന്നത് എപ്പോഴും പോയിന്റ് ചെയ്യുന്നത് ലിങ്ക് ലിസ്റ്റിന്റെ ബിഗിനിങ് ആണെന്ന് പറഞ്ഞു, ബിഗിനിങ് നോഡിനെയാന്ന് പറഞ്ഞു, സ്റ്റാർട്ടിംഗ് നോഡിനെ. അപ്പൊ ഹെഡ് പോയിന്റ് ചെയ്യുന്നത് സെയിം നോഡിനെ, അതായത് കറന്റ് പോയിന്റ് ചെയ്യുന്നത് ഈ ഹെഡിനെ ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യാ? അത് അപ്പൊ ഫസ്റ്റ് നോഡ് കിട്ടി, അതിന്റെ ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാം. ഡോട്ട് വെച്ചിട്ട് നമ്മൾ സാധാരണ ഒബ്ജക്റ്റിൽ നിന്ന് എങ്ങനെയാണോ ഡാറ്റ എടുക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു ഡോട്ട് വെച്ചിട്ട് ഡാറ്റ എടുത്തു. ഇനി എന്ത് ചെയ്യുക? കറണ്ടിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുക്കുക. അതായത് ഇനി കറണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് നോഡിനെ ആക്സസ് ചെയ്യണം. അതായത് ഇപ്പൊ കറണ്ട് നിൽക്കുന്നത് ഈ നോഡിലായിരിക്കും. ഇതിന്റെ ഡോട്ട് നെക്സ്റ്റ് ആക്സസ് ചെയ്താൽ നമുക്ക് 20 കിട്ടും. അഗൈൻ 20ന്റെ വാല്യൂ നമുക്ക് ആക്സസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ നോഡിലാണ് ഇപ്പൊ ഈ കറണ്ട് ഇങ്ങോട്ട് മാറിയിട്ടോ. കറണ്ട് ഇപ്പൊ നിൽക്കുന്നത് ഇവിടെയാണ്. ഇനി ഇതിന്റെ വാല്യൂ ആക്സസ് ചെയ്തതിനു ശേഷം ഡോട്ട് നെക്സ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ കറണ്ടിലേക്ക് ഈ നോഡാവും. അപ്പൊ കറണ്ടിന്റെ വാല്യൂ ഇവിടുന്ന് ഇങ്ങോട്ട് വരും. അപ്പൊ ഈ ഹെഡ് പോയിന്റർ പോലെ നമ്മൾ തന്നെ ഒരു പോയിന്റർ ഇട്ട് കൊടുത്തതാണ് ഈ കറന്റ് പോയിന്റർ. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ലിങ്ക് ലിസ്റ്റ് കൂടെ ട്രാവേഴ്സ് ചെയ്യും. അതായത് ട്രാവൽ ചെയ്ത് ഓരോ നോഡായിട്ട് ആക്സസ് ചെയ്യും. നിങ്ങൾക്ക് കോഡ് എഴുതുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഇത് പറയുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും നിങ്ങളിത് ചെയ്തു വരുമ്പോൾ ഈസിയാണ്. ഒന്നും കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആവുന്ന എപ്പോഴാണെന്നറിയോ? നിങ്ങൾ ഈ കോഡ് തന്നെ നോക്കിയിരിക്കാതെ ഒരു പേനയും പെൻസിലും എടുത്തിട്ട് വരച്ചു നോക്കുക. വരച്ചിട്ട് പേനയും പെൻസിലും എടുത്തിട്ട് ഇപ്പൊ ഞാൻ ഈ കാണിച്ചില്ലേ ഇതുപോലെ നിങ്ങൾ വരയ്ക്കുക. അപ്പൊ ഇങ്ങനെ വരച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. നിങ്ങൾക്ക് എപ്പോഴും കോഡിനേക്കാളും അതിന്റെ പിക്ചറിക്കുള്ള പ്രസന്റേഷൻ കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ കണക്ട് ആവുമല്ലോ. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഈ കറന്റ് പോയിന്ററിനെ ക്രിയേറ്റ് ചെയ്യണം. ഈക്വൽ ടു അപ്പൊ എന്താണ്? ദിസ് ഡോട്ട് ഹെഡ്. അപ്പൊ ഹെഡിൽ ഏത് വാല്യൂ ആണോ ഉള്ളത്, അതായത് ഫസ്റ്റ് നോഡിനെ ആക്സസ് ചെയ്തു. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോഡിനെ കിട്ടിയില്ലേ? ഇനി എനിക്കൊരു വൈൽ ലൂപ്പ് വേണം. അതായത് എനിക്ക് ഓരോരോ നോഡായിട്ട് ആക്സസ് ചെയ്തിട്ട് അതിന്റെ ഡാറ്റ എടുത്ത് അതിന്റെ നെക്സ്റ്റിലേക്ക് പോവണ്ടേ? അപ്പൊ കറണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഒന്ന് കൺസോൾ ചെയ്യുവാണ്. എന്ന് വെച്ചാൽ കറണ്ടിന്റെ
ഇപ്പൊ ഉള്ള കറണ്ടിന്റെ ഡാറ്റനെ. എന്നിട്ട് കറണ്ടിനെ ഒന്ന് റീസെറ്റ് ചെയ്യുവാണ്. കറണ്ട് ഈക്വൽ ടു ഇപ്പൊ ഉള്ള കറണ്ട് ഏതാണോ അതിന്റെ നെക്സ്റ്റ് വാല്യൂ. ഇനി ഈ ലൂപ്പ് എപ്പോഴായിരിക്കും സ്റ്റോപ്പ് ചെയ്യുന്നത്? ഒരിക്കലും ഇതൊരു ഇൻഫൈനൈറ്റ് ലൂപ്പ് ആവില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് നോഡിൽ എത്തുമ്പോൾ കറണ്ട് നോട്ട് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടുക? നള്ളായിട്ട് കിട്ടും. അപ്പൊ നള്ള് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ നോട്ട് ഈക്വൽ ആയതുകൊണ്ട് ഇതിന്റെ അകത്ത് കയറില്ല. അതായത് ഇതിലെത്തി വാല്യൂ എക്സസ് ചെയ്തു, ഇതിലെത്തി ഇതിൽ എക്സസ് ചെയ്യും. ഇപ്പൊ ഇവിടെ എത്തിക്കുമ്പോഴത്തേക്കും ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? ഇത് റെഫർ ചെയ്യുന്നത് ഈ നള്ളിലേക്ക് ആയതുകൊണ്ട് അവിടെ എത്തിയിട്ട് ഈ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്ത് പൊക്കോളും. ഇനി നമുക്ക് നോഡ് ജേസ് യൂസ് ചെയ്തിട്ട് ഈ കോഡ് ഒന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. സോറി, ഞാൻ ഈ പ്രിന്റ് മെത്തേഡിനെ കോൾ ചെയ്തിട്ടില്ല കേട്ടോ. ഫൈനലി ഞാൻ ഈ പ്രിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിനെ കോൾ ചെയ്യുവാണ്. എന്നാലേ ഡാറ്റ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നോഡ് സ്പേസ് ഫയൽ നെയിം കൊടുത്താൽ മതി. നമ്മുടെ ലിങ്കർ ലിസ്റ്റ് ആയതുകൊണ്ട് അത് കൊടുക്കുന്നു .js എക്സ്റ്റൻഷൻ. അപ്പൊ ഇവിടെ കണ്ടില്ലേ, ആ 3 വാല്യൂം പ്രിന്റ് ചെയ്തു. അതായത് ഞാനും പറഞ്ഞ പോലെ നമ്മളിപ്പോ പ്രിപ്പൻഡ് ആണ് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് വാല്യൂ എന്തായിരിക്കും? 30 ആയിരിക്കും. അത് കഴിഞ്ഞ് 10, അത് കഴിഞ്ഞ് 20, അത് കഴിഞ്ഞ് 10. ആ ഒരു ഓർഡറിൽ. ഇത് അതായത് പ്രിപ്പൻഡ് ആയതുകൊണ്ട് ലാസ്റ്റ് അപ്പൻഡ് ചെയ്യുന്നതായിരിക്കും ആ ഒരു ലിങ്കർ ലിസ്റ്റിന്റെ ഫസ്റ്റ് നോഡ് എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ കിട്ടിയില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് എങ്ങനെയാണ് ഈ ഒരു ലിങ്കർ ലിസ്റ്റിലേക്ക് ഡാറ്റ അപ്പൻഡ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ അപ്പൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? എക്സിസ്റ്റിംഗ് ലിങ്കർ ലിസ്റ്റിന്റെ എൻഡിലേക്ക് പുതിയൊരു നോഡ് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഞാൻ അഗൈൻ വന്നിട്ട് ഒരു മെത്തേഡ് കൂടെ, പ്രിന്റ് മെത്തേഡ് കഴിഞ്ഞിട്ട് ഒരു അപ്പൻഡ് മെത്തേഡ് എഴുതുവാണ് കേട്ടോ. ഇനി പ്രിപ്പൻ മെത്തേഡിന്റെ കേസ് പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? നമ്മൾ ഒരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യണം നോഡ് ക്ലാസ്സിനെ. കോൺസ്റ്റ് ന്യൂ നോഡ് എന്നാണ് ആ ഒരു ഒബ്ജക്റ്റിന്റെ നെയിം കൊടുക്കുന്നത്. ആ നോഡ് നെയിം ന്യൂ സ്പേസ് നോഡ് ക്ലാസ് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നു, വാല്യൂ പാസ് ചെയ്ത് കൊടുക്കുന്നു. ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് അപ്പൻഡ് ചെയ്യാനുള്ള വാല്യൂ കിട്ടും. ആ വാല്യൂവിനെ പാസ് ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ അഗെയിൻ ഈ പവർ പോയിന്റിലേക്ക് തിരിച്ചു വരാം. ഇനി അപ്പൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ പ്രിപ്പൻഡിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമുക്ക് 2 കേസ് എടുക്കാം. ഒന്നെങ്കിൽ നമ്മൾ എംപ്റ്റി ആയിട്ടുള്ള ഒരു ലിങ്കർ ലിസ്റ്റിലേക്കാണ് അപ്പൻഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് വാല്യൂ ഒന്നുമില്ലെങ്കിൽ ഒറ്റ കേസേ നമുക്ക് ഉണ്ടാവുള്ളൂ. എന്താണ്? ഈ ഒരു ഹെഡ് പോയിന്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നള്ളിലേക്കായിരിക്കും നിൽക്കുന്നത്. ആ നൾ പോയിന്റിൽ നിൽക്കുന്ന ഹെഡിലേക്ക് ഇപ്പൊ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന ഈ ഒരു നോഡിനെ കൊണ്ടുവന്ന് വെക്കുക. നമ്മൾ നേരത്തെ പ്രിപ്പൻഡിൽ എന്താണോ ചെയ്തത് അത് തന്നെ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എംപ്റ്റി ആണോ എന്ന്. ഇനി എങ്ങനെയാണ് ലിങ്കർ ലിസ്റ്റ് എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്? ഈ ഒരു ഹെഡിന്റെ വാല്യൂ നള്ളാണോ നോക്കുക. അതായത് ഇഫ് ഓഫ് നോട്ട് ഈക്വൽ ടു ദിസ് ഡോട്ട് ഹെഡിൽ വാല്യൂ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഹെഡിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ ഈ കൊടുക്കുന്ന ന്യൂ നോഡിനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ ചെയ്ത പോലെ നോഡിന്റെ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യുക. അതായത് സൈസിന്റെ വാല്യൂ പ്ലസ് ആയിട്ട് സെറ്റ് ചെയ്യുക. ഇനി ഇതിന്റെ എൽസ് പാർട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. എൽസ് പാർട്ട് എന്താണ്? ഓൾറെഡി ഇപ്പൊ ഈ ഒരു ലിങ്കർ ലിസ്റ്റ് തന്നെ എടുക്കാം. ഓൾറെഡി ഈ 3 ഡാറ്റ ഉള്ള ഒരു ലിങ്കർ ലിസ്റ്റിലേക്ക് ഞാൻ 4ാമത്തെ ഒരു വാല്യൂ എനിക്ക് അപ്പൻഡ് ചെയ്ത് കൊടുക്കണം. അതായത് 30, 20, 10 ഈ ഒരു ഓർഡറിലാണ് ഇത് പ്രിപ്പൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഓർഡറിൽ. നമ്മൾ നേരത്തെ കണ്ട പോലെ ഇതിന്റെ എൻഡിലേക്ക് എനിക്ക് 40നെ കൊണ്ടുവന്ന് ചെയ്യണം. അപ്പൊ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് അരേ പോലെയല്ല, ഇതൊരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. അതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജും. അതായത് നമുക്ക് പ്രിപ്പൻറ്റും ഒപ്പൻറ്റും കുറച്ച് ഈസി ആയിട്ട് ചെയ്യാം. പക്ഷെ ഒരു സ്പെസിഫിക് പൊസിഷനിലൊക്കെ ഇൻസേർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ ടൈം കൺസ്യൂമിംഗ് ആണ്. അവിടെ ഒരു ലൂപ്പ് വർക്ക് ചെയ്യേണ്ടി വരും. ഇപ്പൊ നിങ്ങൾ ഒരു അരയിലേക്ക് വാല്യൂ നിങ്ങൾക്ക് അപ്പൻഡ് ചെയ്യും, പോപ്പോ ഷിഫ്റ്റ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പൊസിഷൻ നമുക്ക് കിട്ടും, അവിടെ കൊണ്ടുവന്ന് ഈ വാല്യൂ കൊടുത്താൽ മതി. അര ഇൻഡെക്സ് ഉണ്ട്. ഇവിടെ പക്ഷെ അത് പറ്റില്ല. ഇവിടെ നമ്മൾ ലീനിയർലി ട്രാവേഴ്സ് ചെയ്യണം. അതായത് ഓരോ എലമെന്റ് നമ്മൾ എങ്ങനെയാണോ നേരത്തെ പ്രിന്റ് ചെയ്തത് അതേ കോൺസെപ്റ്റ് തന്നെ. ആദ്യം നമുക്കൊരു കറന്റ് പോയിന്റർ ഉണ്ടാവും, അത് ഫസ്റ്റിലായിരിക്കും നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വരെ എത്തണം. അതായത് ഈ കറണ്ട് നള്ളാകുന്നത് വരെ എത്തണം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് നോഡിനെ അക്സസ് ചെയ്യണം. അപ്പൊ ലാസ്റ്റ് നോഡിനെ കിട്ടിയെന്ന് വിചാരിച്ചു. നമ്മൾ കറണ്ട് ഇതിൽ കൂടെ ട്രാവേഴ്സ് ചെയ്ത് നമുക്ക് ലാസ്റ്റ് നോഡിനെ കിട്ടി. ലാസ്റ്റ് നോഡിന് കിട്ടിക്കഴിഞ്ഞാൽ 3ാമത്തെ സ്റ്റെപ്പ് ചെയ്യണം. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ ഈ നോഡിനെ കൊണ്ടുവന്ന് വെക്കാൻ പോകുന്നത് ഈ കറന്റ് നോഡിന്റെ ലാസ്റ്റ് നോഡിനെ നെക്സ്റ്റ് ആയിട്ടാണ്. അത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇപ്പൊ കറണ്ട് നിൽക്കുന്നത് ഈ ഒരു ലാസ്റ്റിലായിരിക്കും. ഇപ്പൊ കറണ്ട് നിൽക്കുന്നത് ഇവിടെയായിരിക്കും. അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് ആയിട്ട് ഇതിനെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത പോലെ ഒരു കറന്റ് പോയിന്റർ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ലെറ്റ്
കറണ്ട് ഈക്വൽ ടു ഇപ്പൊ ഹെഡ് എം ടി അല്ലല്ലോ, അപ്പൊ ഫസ്റ്റ് നോഡ്, അതായത് ഇപ്പൊ നമുക്ക് ഹെഡിൽ നിൽക്കുന്ന പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ പ്രിന്റിൽ ചെയ്ത പോലെ തന്നെ ലൂപ്പ് ചെയ്യുക. ലൂപ്പ് ചെയ്യുമ്പോൾ നോഡ് നെക്സ്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് നോഡിനെയും കൂടെ കവർ ചെയ്ത് പോകും, നമുക്ക് എം ടി ആയിരിക്കും കിട്ടുന്നത്, അതായത് ഏറ്റവും നള്ളായിരിക്കും കിട്ടുന്നത്. സോ നമ്മൾ ലാസ്റ്റ് നോഡിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇത് എക്സിക്യൂട്ട് ചെയ്താൽ മതി, നെക്സ്റ്റ് വാല്യൂ ഉണ്ടെങ്കിൽ മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, കറണ്ടിനെ അടുത്തതിലേക്ക് റീസെറ്റ് ചെയ്യുക. കറണ്ട് ഈക്വൽ ടു ഇപ്പൊ നിൽക്കുന്ന കറണ്ടിന്റെ വാല്യൂ ഏതാണോ അതിന്റെ നെക്സ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഈ ലൂപ്പിന്റെ അവസാനം നമുക്ക് എന്ത് കിട്ടും, ലാസ്റ്റ് നോഡ് കിട്ടും അല്ലെ, അതായത് നെക്സ്റ്റ് നള്ളിലേക്ക് പോയിന്റ് ചെയ്യുന്ന ആ ഒരു നോഡിനെ കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ആ നോഡിന്റെ, അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ലാസ്റ്റ് നോഡാണ്, ആ നോഡിന്റെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ന്യൂ നോഡിനെ അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ, അതായത് കറണ്ട് എടുക്കുന്നു, നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നു, ലാസ്റ്റ് നോഡിനെ കിട്ടുന്നു, അതിന്റെ നെക്സ്റ്റ് ആയിട്ട് പുതിയ നോഡിനെ അസൈൻ ചെയ്യുന്നു. ഇനി ഞാൻ ഈ പ്രിന്റ് മെത്തേഡ് കഴിഞ്ഞിട്ട് ഒരു വാല്യൂ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ട്രിപ്പന്റെ അവിടെ നിന്നോട്ടെ, നമ്മൾ ഈ എക്സാമ്പിളിൽ കണ്ട 40 ഒന്ന് അപ്പൻഡ് ചെയ്യുവാണ്, എന്നിട്ട് എഗെയിൻ ഞാൻ ഈ പ്രിന്റ് മെത്തേഡിനെ ഒന്ന് കോൾ ചെയ്യുവാണ്. ഓക്കെ, എഗെയിൻ വന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടില്ലേ, ഇത് ആദ്യത്തേതാണ് കേട്ടോ, പ്രിപ്പൻഡ് ചെയ്തു, പ്രിപ്പൻഡ് ചെയ്തിട്ട് ആ പ്രിപ്പൻഡ് ചെയ്ത വാല്യൂവിന്റെ കൂടെ 40 കൂടെ അപ്പൻഡ് ചെയ്തു വന്നു, കണ്ടില്ലേ. അപ്പൊ പ്രിപ്പൻഡ് ചെയ്തപ്പോ എല്ലാം സ്റ്റാർട്ടിങ്ങിലേക്കായിരുന്നു പോയത്, അപ്പൻഡ് ചെയ്തപ്പം എൻഡിലേക്ക് പോയി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കൊരു സ്പെസിഫിക് പൊസിഷനിൽ എങ്ങനെയാണ് ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വെബ് ഡിസൈനിലും അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് പ്രോഗ്രാമിംഗിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഈ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്